പാലക്കാട് അട്ടപ്പാടിയിൽ തണ്ടപ്പേർ ലഭിക്കാത്തതിൽ മനംനൊന്ത് കർഷകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24-നോട് പറഞ്ഞു. വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസും BJPയും പ്രതിഷേധ മാർച്ച് നടത്തി. റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മരിച്ച കൃഷ്ണസ്വാമിയുടെ കുടുംബം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കൃഷ്ണസ്വാമിയെ കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ ഭൂമിക്ക് തണ്ടപ്പേര് ലഭിക്കുന്നതിനായി വില്ലേജ് ഓഫീസിലും മറ്റ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലും കയറി ഇറങ്ങിയിരുന്നു. പക്ഷേ അത് നടപടിയായില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിൽ എത്തിയ സമയത്ത് ഈ പറയപ്പെടുന്ന 3 ഏക്കർ ഭൂമി, അതായത് കൃഷ്ണസ്വാമിയുടെ 3 ഏക്കർ ഭൂമി, അത് കൃഷ്ണസ്വാമിയുടേതല്ല, മറിച്ച് അതേ ഭൂമിക്ക് മറ്റൊരു അവകാശിയുണ്ട്. മുഹമ്മദ് മഹീൻ എന്ന് പറയുന്ന ഒരാൾ നിലവിൽ ഈ തണ്ടപ്പേരിനായി അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്ന് അറിയിക്കുന്നു. ഇതോടുകൂടി മനം നൊന്താണ് ഈ കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വില്ലേജ് ഓഫീസിൽ നിന്നുണ്ടായ മോശം അനുഭവം, ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി 1970കളിൽ വാങ്ങിയ ഭൂമിയാണ്. കഴിഞ്ഞ അടുത്ത കാലം വരെയും നികുതി കൃത്യമായി അടച്ചിരുന്ന ഭൂമിയാണ്. ഇത് തന്റേതല്ല എന്നൊരു കാര്യം വില്ലേജ് ഓഫീസിൽ നിന്ന് കേട്ടതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അവർ അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഒരു പാവപ്പെട്ട കൃഷിക്കാരനൊക്കെ ഇങ്ങനെയൊക്കെ വരണോ? ഇതൊക്കെ വരുത്തിയതാരാണ്? നിങ്ങളുടെ വില്ലേജ് ഓഫീസ് നിങ്ങളൊക്കെ അല്ലേ? ഒരു സ്റ്റെപ്പ് എടുക്കാത്തത് കൊണ്ടല്ലേ ഇത്രയും വരുന്നത്. ഇവിടെ ഏത് കൃഷിക്കാരൻ പോയാലും നമ്മുടെ മാത്രമല്ല, എൻ്റെ സ്ഥിതി ഇനി ആർക്കും വരാൻ പാടില്ല. എന്നാൽ നിലവിൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് വില്ലേജ് ഓഫീസർമാർ. കാരണം ഇങ്ങനെ ഒരു ഭൂമി, അതിൽ മറ്റൊരു അവകാശി ഉണ്ടെന്നല്ല, മറിച്ച് ഇതേ ഭൂമിക്ക് തണ്ടപ്പേരിനായി മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ട്. ഇയാളുടെ പക്കലും കൃത്യമായ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇത് രണ്ടും പരിശോധിച്ച ശേഷം, അതായത് ഈ പറയപ്പെടുന്ന മുഹമ്മദ് മഹീൻ എന്നയാളും കൃഷ്ണസ്വാമിയും നൽകിയ ഡോക്യുമെന്റ്സ്, ആധാരങ്ങൾ, അത് കൃത്യമായി പരിശോധിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്നും അതിനായി 2 ദിവസം സമയം തരണമെന്നുമാണ് വില്ലേജ് ഓഫീസിൽ നിന്നും അറിയിച്ചത്. അല്ലാതെ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടില്ല. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയും കാലതാമസം വന്നത് എന്ന് മാത്രമാണ് വില്ലേജ് ഓഫീസറുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം. എന്തായാലും സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ നൽകിയ റിപ്പോർട്ട് അത് പൂർണ്ണമല്ല, അതുകൊണ്ട് തന്നെ എന്ന് റവന്യൂ മന്ത്രി പറയുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ്. അതായത് ഈ അട്ടപ്പാടിയിൽ നിരവധി കേസുകൾ ഇത്തരത്തിലുണ്ട്. തണ്ടപ്പേര് ലഭിക്കാനായി ഈ നിരവധി കർഷകർ 10ഓളം വർഷങ്ങളൊക്കെ ആയി ഈ റവന്യൂ അധികൃതരുടെ മുമ്പിൽ വില്ലേജ് ഓഫീസിലും കയറി ഇറങ്ങുന്ന സാഹചര്യമുണ്ടെന്ന് കർഷകർ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ആത്മഹത്യക്ക് പിന്നാലെ ഇന്ന് വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ. എന്തായാലും വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന ഡെപ്യൂട്ടി കളക്ടറുടെ ഉറപ്പിന്മേൽ ഇന്ന് ചേർന്ന ചർച്ചയ്ക്ക് പിന്നാലെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 അട്ടപ്പാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.